എന്നെ സംബന്ധിച്ച് സലാർ ഒരു ആവറേജ് പടമാണ്. അതിപ്പോ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല, ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർക്കും KGF മനസ്സിൽ കാണും. അപ്പൊ KGF മനസ്സിലുള്ളപ്പോ അതിനോട് അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മോളി വരണ്ട, അതിനോട് അടുത്തെങ്കിലും വരണം, അങ്ങനെ ഒരു രീതി വന്നിട്ടില്ല. ഇതിലെ തന്നെ പല സീൻസും അല്ലെങ്കിൽ പല ബിൽഡ് ചെയ്യുന്ന യൂണിവേഴ്സ് ഒക്കെ നമുക്ക് KGF ആയിട്ട് സാമ്യം തോന്നും. KGF ആയിട്ട് ബന്ധമില്ല, അതേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേറൊരു യൂണിവേഴ്സ് ആണ്, വേറൊരു വേൾഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്, കാൻസാർ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രഭാസിനെ സംബന്ധിച്ച് പ്രഭാസിന്റെ അവസാന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മാസ് ഉണ്ട്, ആക്ഷനൊക്കെ ഇമ്പാക്റ്റ് ആണ്. പഴയ ഒരു പ്രഭാസിനെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർക്ക് ഈ പടം KGF കണ്ട് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അതിൽ കൂടുതൽ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അവർക്ക് ചിലപ്പോൾ നിരാശ തോന്നാം, ചിലവർക്ക് ഭയങ്കര മോശം തോന്നാം. മോശമൊന്നുമല്ല, പടം ഒരു ആവറേജ് ഉണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്തുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പലരും ഈ ഒരു 3 മണിക്കൂർ പടത്തിൽ ഏകദേശം ഒരു 2 മണിക്കൂർ ഭയങ്കര ബോറടിച്ച് ലാഗടിച്ചിരുന്നു. ഒരു മണിക്കൂറുള്ള സാധനമുണ്ട്. ഒരു ഇന്റർവൽ ബ്ലോക്ക് കൊള്ളാം, ക്ലൈമാക്സ് കൊള്ളാം, ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊള്ളാം, അതിന്റെ പോർഷൻ, പിന്നെ പ്രഭാസിന്റെ ഒരു 2-3 ആക്ഷൻസ് കൊള്ളാം. അതല്ലാതെ കൂടുതൽ നമുക്ക് ഈ പടത്തിനെ കുറിച്ച് ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് വെറുതെ കണ്ടിരിക്കാം. ഇതിന്റെ അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ KGF കണ്ടു കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ കാണുമ്പോൾ എക്സൈറ്റ് ആവും. ഇതങ്ങനെ സെക്കൻഡ് പാർട്ട് വന്നാൽ നമ്മൾ കാണും, വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഒരു പാർട്ട് തന്നെ മതിയായി എന്നുള്ളൊരു തോന്നലുണ്ട്. നല്ല നല്ല പടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. KGFന്റെ ലെവലിലുള്ള പ്രശാന്ത് നീലിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് റിവ്യൂ കിട്ടിയത്. പക്ഷെ അതനുസരിച്ച് നോക്കുമ്പം അത്രയും ഹൈപ്പിനുള്ള വേർത്ത് അല്ലായിരുന്നു. പക്ഷെ പ്രഭാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ വേർത്ത് ഹൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ നോ. ഹി ഹാവ് ഡൺ ആൻ എക്സ്ട്രോർഡിനറി ജോബ് കേട്ടോ. പുള്ളിക്കാരന് ഒരു നെഗറ്റീവും പറയാനില്ല. ഫ്രം ത്രൂ ഔട്ട് ദ മൂവി ഹി ഈസ് ദയർ. പുള്ളിക്കാരനാണ് ആ ഒരു മൂവി കൊണ്ടുപോകുന്നതെന്ന് തന്നെ പറയാം. പുള്ളിക്കാരന്റെ മേക്ക് ഓവർ ആയിരുന്നാലും, ദ വേ ഹി ഈസ് ആക്ടിങ്, ദ ഡെഡിക്കേഷൻ ഹി ഹാവ് ഗിവൺ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഹൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്, അതിനുള്ള വേർത്ത് അല്ലാന്നേ ഉള്ളൂ. വൺ ടൈം വാച്ച് ഡെഫിനറ്റ്ലി. പ്രതീക്ഷിക്കുന്ന ഒരു മാസ് അപ്പീലുള്ള ഒരു സിനിമ, ഒരു KGFന്റെ അതേ സെയിം ആ ഒരു പാറ്റേണിൽ പോകുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു KGF ഞാൻ 1-2 ഫസ്റ്റ് ഡേ തന്നെ തിയേറ്റർ കണ്ടുള്ള വ്യക്തിയാണ്. അപ്പം അന്ന് നമുക്കിപ്പം ഒരു നമ്മൾ 80s നടക്കുന്ന കഥയാണെങ്കിൽ കൂടെ അത് എനിക്ക് തോന്നുന്ന ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിലാണ് 80s കാണിച്ചത്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ആ ഒരു സ്റ്റൈലിഷ് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും. പക്ഷെ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നടക്കുന്ന ഒരു കഥയായിട്ട് കൂടെ എന്തുകൊണ്ട് ആ ഒരു കാരണം ഒരു നേരെ റിവേഴ്സിൽ പോയതുപോലെ എനിക്ക് തോന്നുന്നത്. കാരണം 80s ആണെങ്കിൽ ഒരു ഗോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരി പണ്ട് നടന്ന കഥയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോ ലേറ്റസ്റ്റ് ആയി നമ്മൾ ഒരു ഇയേഴ്സ് നടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാരലൽ വേൾഡ് നടക്കുന്ന ഒരു കഥയാണെന്ന രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്കിപ്പം പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നത്. അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ തന്നെ പോകുന്നു. കാരണം ചെറിയൊരു സ്പോയിലർ ഒന്നുമല്ല, സിനിമയുടെ തുടക്കത്തില് സ്പെഷ്യൽ താങ്ക്സ് ടു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ മാസ് സിനിമകളിലെല്ലാം സ്പെഷ്യൽ താങ്ക്സ് കാണിക്കുമ്പോഴത്തേക്കും അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു വോയിസ്, ഇപ്പം ലിയോയിലാണെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മൾ കമലഹാസൻ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദമെങ്കിലും അവസാനം കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതില്ല, ആ ഒരു ഇതിനകത്ത് തുടക്കത്തിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ സിനിമയിൽ ഉടനീളവും KGF ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം KGFലെ ഗരുഡൻ എന്നൊരു കഥാപാത്രം ഇത് വേറൊരു കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. സിനിമ അതുകൊണ്ട് മാത്രം സിനിമയുടെ എൻഡ് ടൈറ്റിൽ തീർന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് യാഷിന് എന്തെങ്കിലും ഒരു കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ചുമ്മാ എന്തിനാണ് അവർ കാണിച്ചത്? ചിലപ്പം അവരുടെ ഒരു പേഴ്സണലി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാം, നമുക്കറിയില്ലല്ലോ. അവരുടെ ഒരു കഥയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടാവും. ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് അടുത്തത് ഇത്. പക്ഷെ എനിക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് KGFന്റെ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമ്മൾ റോക്കി ബൈയുടെ ഒരു മാസ് അല്ലെങ്കിൽ സ്റ്റൈലിഷ് അതൊക്കെ ഇതിനകത്ത് അതിനേക്കാളും പല മടങ്ങ് രീതിയിൽ കാണിക്കാൻ പറ്റും. പക്ഷെ ഇതൊരു ഗോത്രകഥയാക്കി ആ ഒരു രീതിയിൽ ചുരുക്കി കളഞ്ഞു. പക്ഷെ പ്ലസ് പോയിന്റ് എന്ന് പറയാനായിട്ട് ഒരു മലയാളി എന്ന രീതിയിൽ പൃഥ്വിരാജിന് കിട്ടിയ ഒരു റോള് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാസ് ഓഡിയൻസ് പൃഥ്വിരാജിന് കിട്ടിയത് ഭയങ്കര എന്തോ അത് തോന്നിയേക്കാം ചിലപ്പോൾ. പക്ഷെ പുള്ളിക്ക് ഒരു ആക്ടിങ്ങില് ഒരു ചെയ്യാനുണ്ട്, അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ സ്ക്രീൻ സ്പേസ്, അതായത് പ്രവാസിനൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് പൃഥ്വിരാജിന് കിട്ടുന്നുമുണ്ട്. ആ ഒരു രീതിയിൽ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പറയാം.